പയ്യെ ചവയ്ക്കും പാട്ട്. ജപ്പാൻകാർ ഊണ് കഴിക്കും മുമ്പ് പറയും ഇറ്റാദാ കിമാസു. ഞാൻ വിനയപൂർവ്വം ഇതിൽ പങ്കുചേരുന്നു എന്നർത്ഥം വരുന്ന ഒരു ഉപചാര വാക്കാണത്. എന്നാൽ ടോമോഗ ക്വനിലെ ഉച്ചയൂണ് ആരംഭിക്കുന്നത് ഒരു ഗാനത്തോടെയാണ്. കൊബോയാഷി മാസ്റ്റർ പ്രത്യേകമായി രചിച്ച ഊണിനു മുൻപുള്ള പാട്ട് പാടിക്കൊണ്ട്. ഒരു സംഗീതജ്ഞൻ കൂടിയാണ് മാസ്റ്റർ. ഊണിനു മുമ്പുള്ള പാട്ട് അദ്ദേഹം ഒരു പഴഞ്ചൊല്ലിൻ്റെ താളത്തിലാണ് ഉണ്ടാക്കിയത്. ഊണിന് മുൻപ് പാടാറുള്ള ഒരു പരമ്പരാഗത ഗാനം എന്ന് തന്നെ ആ ശീലിനെക്കുറിച്ച് ടോമോയിൽ പഠിച്ച കുട്ടികൾ മിക്കവരും വർഷങ്ങൾക്ക് ശേഷവും ഉറച്ചു വിശ്വസിച്ചു. അത്രയേറെ സമർത്ഥമാണ് തുഴഞ്ഞുപോക തോണിയിൽ എന്ന പഴംപാട്ടിൻ്റെ ഈണത്തിൽ മാസ്റ്റർ വാക്കുകൾ തിരികെ വച്ചത്. പാട്ടിങ്ങനെയായിരുന്നു: ചവച്ചരച്ചിറക്കിടാം കഴിച്ചിടുന്നതൊക്കെയും ചവച്ചരച്ചു മെല്ലവേ ഇറച്ചി ചോറു മീൻകറിയും. ഈ ഈരടികൾ പാടിയ ശേഷം മാത്രമേ കുട്ടികൾ സർവ്വസാധാരണമായ ഉപചാരവാക്കിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. മാസ്റ്റർക്ക് ഏതാനും പല്ലുകൾ നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണോ പയ്യച്ചവയ്ക്കും പാട്ടുണ്ടാക്കിയത്? ആയിരിക്കില്ല. അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു, ആഹാരം മെല്ലെ മെല്ലെ കഴിക്കണം, ഒരുപാട് സമയമെടുത്ത് സൊറ പറഞ്ഞിരുന്ന് വളരെ മെല്ലെ. ആവോ, അത് ഓർമ്മിപ്പിക്കാനായിരിക്കണം നാടൻ ഈണത്തിലുള്ള പയ്യച്ചവയ്ക്കും പാട്ട്. കൊച്ചു ടോട്ടോയും കൂട്ടുകാരും കഴിയുന്നത്ര ഉച്ചത്തിൽ ഒത്തുചേർന്നു പാടി. ചവച്ചരച്ചിറക്കിടാം. പാട്ടിന് ശേഷം ഒന്നിച്ചു പറഞ്ഞു ഇറ്റാദാ കിമാസു. കടലിൽ നിന്നും മലകളിൽ നിന്നുമുള്ള വിഭവങ്ങൾ മുന്നിൽ നിരന്നു. അസംബ്ലി ഹാൾ അല്പനേരത്തേക്ക് നിശബ്ദമായി. നടത്തം. ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള മൈതാനത്തിലെ കളി കഴിഞ്ഞ് ടോട്ടോച്ചാൻ കൂട്ടുകാരോടൊപ്പം ക്ലാസ്സിലേക്ക് മടങ്ങി. ടീച്ചർ കുട്ടികളെ കാത്തിരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, രാവിലെ ഒരു പാട്ട് പഠിച്ചു ക്ഷീണിച്ചു അല്ലേ? ഇനി നമുക്കെന്താ വേണ്ടേ? ഇനി എന്താണ് വേണ്ടതെന്ന് കൊച്ചു ടോട്ടോയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയും മുമ്പ് കുട്ടികൾ ഒന്നോടെ വിളിച്ചു പറഞ്ഞു, നടത്തം. എന്നാൽ അങ്ങനെയാകട്ടെ. ടീച്ചർ പറഞ്ഞു തീരും മുമ്പ് കുട്ടികൾ വാതിൽക്കലേക്ക് കുതിച്ചു. തിക്കി തിരക്കി അവർ പുറത്തേക്കിറങ്ങി. ടോട്ടോച്ചാൻ അതിശയിച്ച് നിന്നുപോയി. അച്ഛനോടും റോക്കിയോടുമൊപ്പം അവൾ നടക്കാൻ പോകാറുണ്ട്. പക്ഷേ ഇതവൾക്ക് പുത്തരിയാണ്. സ്കൂൾ നടത്തത്തെക്കുറിച്ച് ആദ്യമായാണ് കേൾക്കുന്നത്. എങ്കിലും കൊച്ചു ടോട്ടോയ്ക്ക് അങ്ങനെ മടിച്ചു നിൽക്കാനായില്ല. കാരണം നടക്കാനിറങ്ങുക അവൾക്കെന്നും ആഹ്ലാദകരമായിരുന്നു. പ്രഭാത പാഠങ്ങളെല്ലാം പണിപ്പെട്ട് തീർത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ തല തണുപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നടത്തം. ടോട്ടോച്ചാന് അത് പിന്നീടാണ് മനസ്സിലായത്. ഒന്നിലെ കുട്ടികൾക്ക് മാത്രമല്ല, 6ാം തരത്തിൽ പഠിക്കുന്നവർക്ക് പോലും അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഈ സ്കൂൾ നടത്തം. ടീച്ചറും കുട്ടികളോടൊപ്പം കൂടി. പുറത്ത് ഒരരുവിയുടെ ഓരം പറ്റി 1ാം ക്ലാസ്സിലെ 9 കുട്ടികളും അവരുടെ അധ്യാപികയും നടന്നു. അരുവിയുടെ ഇരു കരകളിലും അടുത്തിടെ മാത്രം പൂത്തു നിറഞ്ഞ ചെറിയുടെ നീണ്ട നിരകൾ. കണ്ണെത്താത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന മഞ്ഞ നിറമുള്ള കടുകിൻ പൂക്കളുടെ പാടം. ഇത് പണ്ടുകാലത്തെ കാര്യമാണ്. അന്ന് ജിയുഗോക്ക മുഴുവനും പാടമായിരുന്നു. ഇന്നോ നിറയെ കൂറ്റൻ കെട്ടിടങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. പഴയ തോട് മൺമറഞ്ഞു പോയിട്ട് ഒരുപാട് കാലമായി. നമ്മൾ കുഹോൻബത്സു ക്ഷേത്രത്തിൻ്റെ അവിടം വരെ പോവാം. ഫ്രോക്കിലെ ഞൊറിയിൽ വെള്ളമൊയിലിൻ്റെ പടമുള്ള കുട്ടി ടോട്ടോച്ചാനോട് പറഞ്ഞു. സാക്കോച്ചാൻ, അതാണ് അവളുടെ പേര്. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ അവിടുള്ള കുളത്തിൽ ഒരു വലിയ പാമ്പ്, പിന്നെ അവിടെ ഒരു പഴയ കിണറുണ്ട്. അതിനുള്ളിൽ ഒരു വാൽ നക്ഷത്രം കത്തി വീണിട്ടുണ്ടെന്നാണ് പറയണത്. വിടർന്ന കണ്ണുകളോടെ സാക്കോച്ചാൻ പറഞ്ഞു. കുട്ടികൾ അങ്ങനെ നടക്കുകയാണ്. അവർക്ക് തോന്നിയതെല്ലാം ചലപല പറഞ്ഞുകൊണ്ട്. മാനത്ത് നല്ല തെളിച്ചം, ചിത്രശലഭങ്ങൾ നിറഞ്ഞു പാറുകയായിരുന്നു. ഏതാണ്ട് 10 മിനിറ്റോളം അവർ നടന്നു കാണും. ടീച്ചർ പെട്ടെന്ന് നിന്നു. ആ കടുകിൻ പൂക്കൾ കണ്ടോ? പൂക്കളുടെ മഞ്ഞ വയലിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ടീച്ചർ ചോദിച്ചു. എന്തിനാണ് പൂക്കൾ വിരിയുന്നത്? ടീച്ചർ വിവരിക്കാൻ തുടങ്ങി. കേസരങ്ങളെയും അണ്ഡകോശങ്ങളെയും കുറിച്ച് ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കെ തെരുവോരത്ത് കടുകിൻ പൂക്കൾക്കരികിലിരുന്ന് കുട്ടികൾ അവ പരിശോധിക്കാൻ തുടങ്ങി. പൂമ്പാറ്റകൾ പൂക്കളെ സഹായിക്കുന്നതെങ്ങനെയെന്ന് ടീച്ചർ വിശദീകരിക്കുകയാണ്. പൂമ്പാറ്റകൾ അപ്പോഴും തിരക്ക് പിടിച്ച് അവരുടെ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. കുട്ടികൾ കൗതുകത്തോടെ അത് നോക്കി നിന്നു. ടീച്ചർ വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോഴേക്കും കുട്ടികൾ നിരീക്ഷണം അവസാനിപ്പിച്ച് എഴുന്നേറ്റു. അവർ കേസരത്തെയും അണ്ഡകോശത്തെയും കുറിച്ചുള്ള ചർച്ചയിലാണ്. മറ്റു കുട്ടികൾക്കെന്ന പോലെ കൊച്ചു ടോട്ടോയ്ക്കും ഒന്നു മനസ്സിലായി. കേസരങ്ങളും അണ്ഡകോശങ്ങളും വളരെ പ്രധാനപ്പെട്ടവയാണ്. 10 മിനിറ്റ് കൂടി നടന്നപ്പോൾ അവർ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരിടത്തെത്തി. ചെറിയ ഒരു വനം. അതിൻ്റെ നടുവിൽ കുഹോൻബത്സു ക്ഷേത്രം. അവർ ക്ഷേത്രപ്പറമ്പിലെത്തി. കുട്ടികൾ 4 പാടും ചിതറിയോടി. വാൽനക്ഷത്രം വീണ കിണർ കാണണ്ടേ? സാക്കോച്ചാൻ ധൃതിക്കിടയിൽ ചോദിച്ചു. ടോട്ടോച്ചാൻ ആ കിണർ കാണാൻ കാത്തിരിക്കുകയായിരുന്നു.
കേൾക്കേണ്ട താമസം അവൾ പിന്നാലെ ഓടി. കിണർ കല്ല് കെട്ടിയുണ്ടാക്കിയതുപോലെ ഇരിക്കുന്നു. അവളുടെ നെഞ്ചോളം പൊക്കം, പലക കൊണ്ടുള്ള അടപ്പ്. അവർ മൂടി പതുക്കെ ഉയർത്തി ഉള്ളിലേക്ക് എത്തി വലിഞ്ഞു നോക്കി. കുറ്റാക്കൂരിരുട്ട്. ടോട്ടോച്ചാൻ സൂക്ഷിച്ചു നോക്കി. താൻ മനസ്സിൽ കണ്ട കത്തിത്തിളങ്ങുന്ന വാൽനക്ഷത്രം എവിടെ? ഇല്ല. ഇരുട്ടിനടിയിൽ കല്ലുകളുടെയോ കോൺക്രീറ്റിൻ്റെയോ കൂന പോലെ എന്തോ ഒന്നു മാത്രം കുറേശ്ശെ തെളിഞ്ഞു കാണാം. അവൾ കുറേ നേരം കിണറിനുള്ളിലേക്ക് തന്നെ ഉറ്റുനോക്കി നിന്ന ശേഷം ചോദിച്ചു, ഇതിനുള്ളിലെ തിളങ്ങണ വാൽനക്ഷത്രം കുട്ടി കണ്ടിട്ടുണ്ടോ? ഏയ് ഇല്ല, സാക്കോച്ചാൻ പറഞ്ഞു. നക്ഷത്രം തിളങ്ങാത്തതിനെക്കുറിച്ച് കൊച്ചു ടോട്ടോയ്ക്ക് അത്ഭുതമായിരുന്നു. അവൾ അല്പനേരം ചുഴിഞ്ഞാലോചിച്ചു. ഓ, ഉറങ്ങുമായിരിക്കും. നക്ഷത്രം ഉറങ്ങുമോ? വലിയ വട്ടക്കണ്ണുകൾ ഒന്നുകൂടി വിടർത്തിക്കൊണ്ട് സാക്കോച്ചാൻ ചോദിച്ചു. അതെ, പകൽ ഉറങ്ങുമായിരിക്കും, രാത്രിയിൽ ഉണർന്ന് തിളങ്ങും. ടോട്ടോച്ചാൻ്റെ മറുപടി പെട്ടെന്നായിരുന്നു. കാരണം അക്കാര്യത്തെക്കുറിച്ച് അവൾക്ക് തന്നെ നല്ല തീർച്ചയില്ലായിരുന്നു. കുട്ടികൾ കൂട്ടം ചേർന്ന് ക്ഷേത്രപ്പറമ്പിനെ ചുറ്റി നടന്നു തുടങ്ങി. ക്ഷേത്ര കവാടത്തിന് ഇരുപുറത്തും മുഴുത്ത കുടവണ്ടി വെച്ച ദ്വാരപാലകന്മാർ. കുട്ടികൾ ആ രൂപങ്ങളെ നോക്കി പല്ലിളിച്ചു കാട്ടി. അരണ്ട വെളിച്ചത്തിൽ മുറിയുടെ മധ്യത്തിലായി തെളിയുന്ന ബുദ്ധവിഗ്രഹം. അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ കുട്ടികൾക്ക് ഭയം തോന്നി. കല്ലിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു തെങ്കു ബ്രാക്കറ്റിൽ നീണ്ട നാസികകളോട് കൂടിയ ഒരു വേതാളം. തെങ്കുവിൻ്റേതെന്ന് പറയപ്പെടുന്ന കൂറ്റൻ കാൽപ്പാടിൽ അവർ തങ്ങളുടെ പാദങ്ങൾ വെച്ച് നോക്കി. അല്പം അകലെ തടാകത്തിൽ കൊതുമ്പുവള്ളങ്ങൾ. അവർ കുളക്കരയിലേക്ക് നടന്നു. വഞ്ചിയിലിരിക്കുന്നവർക്ക് സലാം പറഞ്ഞു. മിനുസമുള്ള വെള്ളാരം കല്ലുകൾ പെറുക്കിയെടുത്തു. കല്ലറകൾക്ക് ചുറ്റും കളം വരച്ചു വട്ടുകളിച്ചു മതിയാകുവോളം. ടോട്ടോച്ചാൻ എല്ലാം പുതുമയായിരുന്നു. ഓരോ കണ്ടുപിടുത്തവും അവർ ആർപ്പുവിളിയോടെ എതിരേറ്റു. സൂര്യൻ ചാഞ്ഞു തുടങ്ങി. ടീച്ചർ പറഞ്ഞു, പോകാൻ നേരമായി. കടുകിൻ പൂക്കൾക്കും ചെറുനിരകൾക്കും ഇടയിൽ നീളുന്ന നിരത്തിലൂടെ കുട്ടികൾ തൻ്റെ തീവണ്ടിപ്പള്ളിക്കൂടത്തിലേക്ക് മടങ്ങി. ചരിത്രത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും കാതലായ പാഠങ്ങളായിരുന്നു ഈ യാത്രകളെന്ന്, അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും അലഞ്ഞുതിരിയലിൻ്റെയും ഈ നിമിഷങ്ങളെന്ന് അപ്പോൾ അവരറിഞ്ഞിരുന്നില്ല. ടോട്ടോച്ചാന് ഇതിനകം എല്ലാ കുട്ടികളും കൂട്ടുകാരായി മാറിക്കഴിഞ്ഞിരുന്നു. എല്ലാവരും ചിരകാല പരിചിതരെന്ന പോലെയാണ് അവൾക്ക് തോന്നിയത്. തിരിച്ചു പോകും വഴി അവൾ വിളിച്ചു പറഞ്ഞു, നമുക്ക് നാളെയും പോവാട്ടോ നടക്കാൻ. പോവാം പോവാം. ചാടി തിമിർത്തുകൊണ്ട് കുട്ടികൾ അത് ശരിവെച്ചു. കിളികൾ പാടിക്കൊണ്ടിരുന്നു. ശലഭങ്ങൾ അപ്പോഴും തിരക്ക് പിടിച്ച പണിയിലാണ്. അവളുടെ കൊച്ചു മനസ്സിൽ ആഹ്ലാദം അണപൊട്ടിയൊഴുകി. സ്കൂൾ ഗാനം. ടോമോഗാക്വെന്നിലെ ദിനങ്ങൾ ഓരോന്നും ടോട്ടോച്ചാന് വിസ്മയം നിറഞ്ഞതായിരുന്നു. എത്രയും പെട്ടെന്ന് നേരം പുലരാൻ അവൾ എന്നും കാത്തിരുന്നു. തിരികെ വീട്ടിലെത്തിയാലോ നാവിന് വിശ്രമം കൊടുക്കാൻ അവൾക്കാവുമായിരുന്നില്ല. റോക്കിയോടും അമ്മയോടും അച്ഛനോടുമെല്ലാം അവൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അന്നേ ദിവസം സ്കൂളിലുണ്ടായ വിശേഷങ്ങളെക്കുറിച്ച്, വിസ്മയങ്ങളെക്കുറിച്ച്. മതി എൻ്റെ ടോട്ടോ, നീ ഇനി വല്ലതും കഴിക്ക്. ഒടുവിൽ അമ്മയ്ക്ക് പറയാതിരിക്കാനായില്ല. പുതിയ സ്കൂളിൻ്റെ ശീലങ്ങളുമായി ഇഴുകിച്ചേർന്നിട്ടും കൊച്ചു ടോട്ടോയ്ക്ക് ഓരോ ദിവസവും കുന്നുകണക്കിന് വിശേഷങ്ങൾ ബാക്കിയായിരുന്നു. അങ്ങനെയായതിൽ അമ്മ ഉള്ളാലെ സന്തോഷിച്ചു. ഒരു ദിവസം ടോട്ടോച്ചാൻ പള്ളിക്കൂടത്തിലേക്ക് പോവുകയായിരുന്നു. തീവണ്ടിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചിന്ത വന്ന് അവളെ അലട്ടാൻ തുടങ്ങി. ടോമോഗാക്വെന്നിന് ഒരു സ്കൂൾ ഗാനമുണ്ടോ? എത്രയും വേഗം സ്കൂളിലെത്തി അത് അന്വേഷിക്കാൻ അവൾക്ക് തിടുക്കമായി. 2 സ്റ്റേഷനുകൾ കൂടി കഴിയേണ്ടതുണ്ട് അവൾക്കിറങ്ങാൻ. പക്ഷെ കൊച്ചു ടോട്ടോയ്ക്ക് ആവേശം നിയന്ത്രിക്കാനാവില്ല. ജിയുഗോക്കായിലെത്തിയാനുടനെ പുറത്തേക്ക് ചാടാനുള്ള വെമ്പലോടെ അവൾ വാതിലിൻ്റെ വിളിമ്പിൽ ചെന്ന് നിൽപ്പായി. വണ്ടി ജിയുഗോക്ക സ്റ്റേഷനെ സമീപിച്ചു. പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്ന ഒരു സ്ത്രീ വിളിമ്പത്ത് നിൽക്കുന്ന ടോട്ടോച്ചാനെ കണ്ടു. അവർ ശരിക്കും ഭയന്നുപോയി. അവൾ തെറിച്ചു വീഴുമെന്ന് തന്നെ അവൾക്ക് തോന്നി. ടോട്ടോച്ചാൻ കടുകിട അനങ്ങാതെ നിൽക്കുകയാണ്. ഓൺ യുവർ മാർക്സ് എന്ന സിഗ്നൽ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു ഓട്ടക്കാരിയെപ്പോലെ. ആ കുട്ടിക്കെന്താ പിരിയിളകിയോ? അവർ പിറുപിറുത്തു. ചെറുപ്പക്കാരനായ കണ്ടക്ടർ വിളിച്ചു പറഞ്ഞു, ജിയുഗോക്ക ജിയുഗോക്ക. തീവണ്ടി ഒരു ഞരക്കത്തോടെ നിൽക്കാൻ തുടങ്ങുകയായിരുന്നു. വണ്ടി നിശ്ചലമാകും മുമ്പ് ഒരു കാൽ പ്ലാറ്റ്ഫോമിലൂടെ നിരക്കി ഒരു അഭ്യാസിയെപ്പോലെ അവൾ ചാടിയിറങ്ങി. മിന്നൽ പോലെ പുറത്തേക്ക് അപ്രത്യക്ഷയായി. ഈ സ്കൂളിന് ഒരു പാട്ടുണ്ടോ തായ്ച്ചാൻ? സ്കൂളിലെ തീവണ്ടി മുറിയിൽ അവൾ പ്രവേശിച്ചതും തായ്ജി യമനൗച്ചിയോട് അത് ചോദിച്ചതും ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു. തായ്ച്ചാൻ നേരത്തെ തന്നെ ക്ലാസ്സിലെത്തിയിരുന്നു. ഒരു മുഴുവൻ സമയ ഫിസിക്സ് പ്രേമിയായിരുന്നെങ്കിലും അവൻ ആലോചിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇല്ലാന്നാ തോന്നണേ. എന്നാലേ ഒരെണ്ണം വേണം. ഗാഢമായി ചിന്തിച്ചുകൊണ്ട് ടോട്ടോച്ചാൻ പറഞ്ഞു, ഞങ്ങളുടെ പഴയ സ്കൂളിൽ അസലൊരു പാട്ടുണ്ടായിരുന്നു.
ആവുന്നത്ര ഉച്ചത്തിൽ അവൾ പാടാൻ തുടങ്ങി. സെൻകൊകു ജലാശയം അഗാധമല്ലെങ്കിലും അതിഗഹനമിന്നു മമ വിദ്യതൻ മാനങ്ങൾ. കുറച്ചു കാലമേ ടോട്ടോച്ചാൻ പഴയ സ്കൂളിൽ പഠിച്ചുള്ളൂ. പാട്ടിലെ പദങ്ങളാവട്ടെ കടുകട്ടിയുമായിരുന്നു. എന്നിട്ടും അത് ഓർത്തിരിക്കാൻ അവൾക്ക് വിഷമമുണ്ടായിരുന്നില്ല. ആദ്യ 2 വരികൾ അനായാസേന അവൾക്ക് ചൊല്ലാനാകുമായിരുന്നു. പാട്ട് തായ്ച്ചാന് നന്നെ പിടിച്ചു. ഇതിനിടെ മറ്റുള്ളവരും ക്ലാസ്സിലെത്തിയിരുന്നു. കൊച്ചു ടോട്ടോ ഉപയോഗിച്ച നെടുങ്കൻ വാക്കുകൾ അവരെയും പിടിച്ചിരുത്തിക്കളഞ്ഞു. നമ്മുടെ സ്കൂളിനും ഒരു പാട്ടുണ്ടാക്കാൻ മാസ്റ്ററോട് പറഞ്ഞാലോ? ടോട്ടോച്ചാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഉവ്വ് പോയി പറയാം. എല്ലാവർക്കും സമ്മതമായിരുന്നു. സംഘം ചേർന്ന് അവർ മാസ്റ്ററുടെ മുറിയിലെത്തി. ടോട്ടോച്ചാൻ പഴയ സ്കൂളിലെ പാട്ട് മാസ്റ്റർ പാടി കേൾപ്പിച്ചു. ശരി, പാട്ടുണ്ടാക്കി കളയാം, നാളെ രാവിലെ ആവട്ടെ. കുട്ടികളുടെ അപേക്ഷ മാനിച്ചുകൊണ്ട് മാസ്റ്റർ പറഞ്ഞു. ഉറപ്പാണല്ലോ? കുട്ടികൾ ആരാഞ്ഞു. ആർപ്പ് വിളികളോടെ അവർ തങ്ങളുടെ തീവണ്ടി ക്ലാസ്സിലേക്ക് മടങ്ങിപ്പോയി. കുട്ടികളെല്ലാം മൈതാനത്ത് ഒന്നിച്ചുകൂടാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് പിറ്റേന്ന് രാവിലെ എല്ലാ ക്ലാസ് മുറികളിലും പതിച്ചിട്ടുണ്ടായിരുന്നു. ടോട്ടോച്ചാനും മൈതാനത്തിലേക്ക് തിക്കിത്തിരക്കുന്ന കൂട്ടുകാരോടൊപ്പം ചേർന്നു. ഒരു ബ്ലാക്ക് ബോർഡ് മധ്യത്തായി പ്രതിഷ്ഠിച്ച ശേഷം മാസ്റ്റർ പറഞ്ഞു. ഇതാ, നമ്മുടെ ടോമോ സ്കൂളിന് ഒരു പാട്ടുണ്ടായിരിക്കുന്നു. അദ്ദേഹം ബ്ലാക്ക് ബോർഡിൽ 5 സമാന്തര രേഖകളും അതിനുള്ളിൽ പുതിയ പാട്ടിൻ്റെ സ്വരവീചികളും വരച്ചു. ടോമോ 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 ഓ. ഇനി നാം ഇത് പാടാൻ പോവുകയാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു മ്യൂസിക് കണ്ടക്ടർ പോലെ 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് മാസ്റ്റർ പറഞ്ഞു. കൈകൾ താളത്തിൽ ചലിപ്പിച്ച് അദ്ദേഹം പാടാൻ ആരംഭിച്ചു. ടോമോയിലെ 50 കുട്ടികളുടെയും നാവുകൾ ഒന്നിച്ച് ചലിച്ചു. ടോമോ 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 ഓ. ഇത്ര മാത്രമേ ഉള്ളൂ? അല്പനിമിഷത്തെ മൗനത്തിന് ശേഷം ടോട്ടോച്ചാൻ ചോദിച്ചു. ഉവ്വ്, അതേ ഉള്ളൂ, അഭിമാനപൂർവ്വം മാസ്റ്റർ മറുപടി പറഞ്ഞു. ടോട്ടോച്ചാന് വല്ലാത്ത നിരാശ തോന്നി. അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അസല് വാക്കുകളുള്ള ഒരു പാട്ടായിരുന്നു നല്ലത്. സെൻകൊകു ജലാശയം അഗാധമല്ലെങ്കിലും പോലെ. അത് അപ്രതീക്ഷിതമായിരുന്നു. മാസ്റ്റർ ഒന്ന് വിളറി. എങ്കിലും ചെറുചിരിയോടെ പറഞ്ഞു. അപ്പോൾ പാട്ട് ഇഷ്ടമായില്ല അല്ലേ? ഒന്ന് നിർത്തിയ ശേഷം മാസ്റ്റർ പറഞ്ഞു. ഞാൻ കരുതി ഇതായിരിക്കും കുറെ കൂടി രസമെന്ന്. പുതിയ പാട്ട് ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നതാണ് നേര്. അത് അത്രയേറെ ലളിതമായിരുന്നു. പാട്ടേ ഇല്ലാതിരിക്കുകയാണ് ഇതിലും ഭേദം, കുട്ടികൾ വിചാരിച്ചു. കൊബോയാഷി മാസ്റ്റർക്ക് ദുഃഖം തോന്നിയിരിക്കണം. പക്ഷേ അദ്ദേഹം കോപിച്ചില്ല. മാസ്റ്റർ സാവധാനം ബോർഡിലെ സ്വരരേഖകൾ മായ്ക്കാൻ തുടങ്ങി. തങ്ങളുടെ നിലപാട് കുറച്ച് ക്രൂരമായിപ്പോയെന്ന് കൊച്ചു ടോട്ടോയ്ക്ക് തോന്നാതിരുന്നില്ല. പക്ഷേ എല്ലാറ്റിനുമുപരി അവളുടെ മനസ്സിൽ വന്നു നിറഞ്ഞത് മറ്റെന്തോ ആയിരുന്നു. എന്തായിരിക്കാം അത്? വാസ്തവത്തിൽ കൊബോയാഷി മാസ്റ്റർക്ക് ടോമോ സ്കൂളിനോടും അവിടുത്തെ കുട്ടികളോടുമുള്ള സ്നേഹം ഒന്നുകൊണ്ടും വെളിവാക്കാനാവാത്ത വിധം അഗാധമായിരുന്നു, അതിരറ്റതായിരുന്നു. പക്ഷേ കുട്ടികൾ അതറിഞ്ഞില്ല. അറിയാനുള്ള പ്രായം അവർക്കുണ്ടായിരുന്നില്ല. സ്കൂൾ ഗാനത്തിൻ്റെ കാര്യം കുട്ടികൾ വളരെ വേഗം മറന്നു. മാസ്റ്റർ ആവട്ടെ അതൊരു പ്രാഥമിക ആവശ്യമായി ഒരിക്കൽ പോലും പരിഗണിച്ചിട്ടുമില്ല. അങ്ങനെ ബോർഡിൽ വരഞ്ഞിട്ട സ്വരവീചികൾ മാഞ്ഞതോടെ അക്കാര്യത്തിന് തിരശ്ശീലയും വീണു. പിന്നീട് ഒരിക്കലും ടോമോ ഗാക്കുവിന് ഒരു സ്കൂൾ ഗാനം ഉണ്ടായിട്ടില്ല. ഒക്കെയും തിരികെ കോരിയിടുന്ന വിദ്യ. അതെന്തൊരു ദിവസമായിരുന്നു! ടോട്ടോച്ചാൻ ഏറെ പ്രിയപ്പെട്ട പേഴ്സ് ടോയ്ലറ്റിൽ വീണുപോയ ആ ദിവസം. മുൻപൊരിക്കലും അവൾ ഇത്ര കഠിനമായി അധ്വാനിച്ചിട്ടില്ല. പേഴ്സിൽ പണമൊന്നുമില്ലെങ്കിലും ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും അവൾ അത് കയ്യിൽ മുറുക്കെ പിടിച്ചിരിക്കും. അത്രയേറെ ഇഷ്ടമായിരുന്നു അവൾക്കത്. പട്ടുനൂലുകൊണ്ട് നെയ്ത ചുവപ്പും പച്ചയും മഞ്ഞയും വരകളുള്ള അഴകുറ്റ ചതുര പേഴ്സ്. അഗ്രത്തിലെ ത്രികോണാകൃതിയിലുള്ള ഫ്ലാപ്പിൽ ഒരു വെള്ളപ്പതക്കം പോലെ സ്കോട്ട്ലൻഡുകാരനായ ടെറിയർ നായയുടെ ഒരു കൊച്ചു ചിത്രം. ടോട്ടോച്ചാന് ഒരു ശീലമുണ്ടായിരുന്നു. ടോയ്ലറ്റിൽ പോയതിനു ശേഷം അവൾ കുഴിയിലേക്ക് എത്തി വലിഞ്ഞു നോക്കും. തീരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവൾ ഇത് ചെയ്യുമായിരുന്നു. പള്ളിക്കൂടത്തിൽ പോയി തുടങ്ങുന്നതിന് മുൻപ്. അനേകം കുഞ്ഞു തൊപ്പികൾ ഇത്തരത്തിൽ അവൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വിലപിടിപ്പുള്ള പനമ്പ് കൊണ്ട് നിർമ്മിച്ച അപൂർവമായ ഒന്നും വെള്ളത്തൂവാല തുന്നിച്ചേർത്ത മറ്റൊന്നും ഉൾപ്പെടെ. അക്കാലത്തെ ടോയ്ലറ്റുകൾ ആധുനിക രീതിയിൽ നിർമ്മിച്ചവയായിരുന്നില്ല. സ്ലാബിനടിയിൽ ഓവുകളോട് കൂടിയ വലിയൊരു കുഴി തയ്യാറാക്കുകയാണ് പതിവ്. ഈ കുഴിയിൽ തൻ്റെ ഹാറ്റുകൾ ഒഴുകി നടക്കുന്നത് അവൾക്ക് കാണാം. ടോയ്ലറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് എത്തി വലിഞ്ഞു നോക്കരുതെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു.
അന്നേ ദിവസം ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ടോട്ടോച്ചാന് ടോയ്ലറ്റിലേക്ക് പോകേണ്ടി വന്നു. അമ്മയുടെ വിലക്ക് അവൾക്ക് ഓർക്കാൻ കഴിയും മുൻപ് തന്നെ അറിയാതെ താഴേക്ക് നോക്കിപ്പോയി. ഒരു നിമിഷത്തിൽ പേഴ്സിലെ പിടി ഒന്ന് അയഞ്ഞിരിക്കണം. അത് കയ്യിൽ നിന്ന് വഴുതി വീണു. വെള്ളം തെറിപ്പിച്ചുകൊണ്ട് കുത്തനെ കുഴിയിലേക്ക്. അയ്യോ! താഴെ ഇരുട്ടിലേക്ക് കണ്ണും നട്ട് ഒരപശബ്ദം പുറപ്പെടുവിക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. പക്ഷെ കുത്തിയിരുന്ന് കരയാൻ ടോട്ടോച്ചാൻ കൂട്ടാക്കിയില്ല, പേഴ്സ് ഉപേക്ഷിക്കാനും. അവൾ നേരെ വാച്ചറുടെ ഷെഡിലേക്ക് ഓടി. തോട്ടിപ്പണിക്ക് ഉപയോഗിക്കുന്ന ഒരു കൂറ്റൻ മൺവെട്ടി പണിപ്പെട്ടെടുത്തുകൊണ്ടുവന്നു. തടിയിൽ പണിത പിടിക്ക് തന്നെ അവളുടെ 2 ഇരട്ടി നീളമുണ്ടായിരുന്നു. പക്ഷേ അതൊരു പ്രശ്നമേ അല്ലെന്ന ഭാവത്തിൽ മൺവട്ടിയും തോളിലേറ്റി അവൾ സ്കൂളിൻ്റെ പിൻവശത്തേക്ക് നടന്നു. ഓവുചാൽ അവസാനിക്കുന്ന സ്ഥലം എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് കണ്ടുപിടിക്കാനായില്ല. ടോയ്ലറ്റിൻ്റെ പിൻമതിലിന് പുറത്തായിരിക്കും അത് ചെന്ന് നിൽക്കുന്നതെന്നായിരുന്നു അവളുടെ ധാരണ. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം അവളത് കണ്ടെത്തി. അല്പം അകലെയായി കോൺക്രീറ്റിലുള്ള ഒരു ചെറിയ സ്ലാബ്. വളരെ കഷ്ടപ്പെട്ട് അവൾ സ്ലാബ് ഉയർത്തി. താൻ തിരഞ്ഞ സംഭവം തന്നെയാണിതെന്ന് അവൾക്ക് ബോധ്യമായി. പതുക്കെ തല ഉള്ളിലേക്ക് കടത്തി. അയ്യോ, ഇത് കുഹോൻബത്സു കുളത്തിൻ്റെ അത്രയുണ്ടല്ലോ, ടോട്ടോച്ചാൻ അറിയാതെ പറഞ്ഞുപോയി. അവൾ പണി ആരംഭിച്ചു. ആദ്യം പേഴ്സ് കണ്ടേക്കുമെന്ന് അവൾക്ക് തോന്നിയ ഭാഗത്തു നിന്ന് അഴുക്ക് കുറേശ്ശെ കോരി മാറ്റാൻ തുടങ്ങി. 3 ടോയ്ലറ്റുകളിലെയും ഓവുകൾ ചെന്നു ചേരുന്ന കൂറ്റൻ ടാങ്ക്. ഇരുട്ട് നിറഞ്ഞതും ആഴമേറിയതും. ടോട്ടോച്ചാൻ്റെ കുഞ്ഞു തല അപകടകരമാം വിധം ദ്വാരത്തിനുള്ളിലായിരുന്നു. അവൾ ഉള്ളിൽ വീണുപോകാൻ തന്നെ ഇടയുണ്ട്. കുറെ കൂടി സുരക്ഷിതമായ സ്ഥാനത്തിരുന്ന് കുറേശ്ശെ കോരുക മാത്രമേ നിർവാഹമുള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായി. ഉള്ളിലുള്ള പദാർത്ഥങ്ങൾ കോരിയെടുത്ത് അവൾ ദ്വാരത്തിന് ചുറ്റുമായി നിക്ഷേപിച്ചു കൊണ്ടിരുന്നു. ഓരോ തവണയും ടോട്ടോച്ചാൻ മൺവട്ടിയിലെ വസ്തുക്കൾ നന്നായി പരിശോധിച്ചു. പേഴ്സ് കണ്ടുപിടിക്കാൻ ഇത്രയേറെ കഷ്ടപ്പെടേണ്ടി വരുമെന്ന് അവൾ കരുതിയിരുന്നില്ല. നേരം ഒരുപാടായി. പേഴ്സ് എവിടെ? പേഴ്സ് പോയിട്ട് അതിൻ്റെ പൊടി പോലും കാണാനില്ല. ഒടുവിൽ മണി മുഴങ്ങി. ക്ലാസ് ആരംഭിക്കാൻ സമയമായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവൾക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല. എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് കുറച്ചുകൂടി നോക്കുക തന്നെ അവൾ നിശ്ചയിച്ചു. പൂർവാധികം വാശിയോടെ അവൾ തിരച്ചിൽ തുടർന്നു. ഇതിനിടെ മാസ്റ്റർ അതുവഴി വന്നു. അപ്പോഴേക്കും കുഴിക്കരികിൽ അഴുക്കിൻ്റെ ഒരു കൂമ്പാരം രൂപം കൊണ്ട് കഴിഞ്ഞിരുന്നു. ടോട്ടോ, നീ എന്താ ചെയ്യണേ? മാസ്റ്റർ ചോദിച്ചു. എൻ്റെ പേഴ്സ് ടോയ്ലറ്റിൽ വീണു, അത് തിരയുക. കോരുന്നതിനിടയിൽ ഒരു നിമിഷം പോലും നിൽക്കാതെ അവൾ പറഞ്ഞു. ഉവ്വോ, നടക്കട്ടെ. തൻ്റെ പതിവ് ശൈലിയിൽ കൈകൾ പിന്നിൽ കെട്ടി അദ്ദേഹം നടന്നകന്നു. നേരം കടന്നുപോയിക്കൊണ്ടിരുന്നു. അവൾക്കിതുവരെയും പേഴ്സ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കൂനയുടെ ഉയരം കൂടിക്കൂടി വന്നു, ഗന്ധവും. മാസ്റ്റർ വീണ്ടും വന്നു. കിട്ടിയോ? അദ്ദേഹം ചോദിച്ചു. ഇല്ല. കൂനകൾക്കിടയിൽ നിന്ന് ടോട്ടോച്ചാൻ കഴുത്തുയർത്തി. മുഖം വിയർത്തൊലിക്കുന്നുണ്ടായിരുന്നു. കവിളുകൾ വല്ലാതെ ചുവന്നിരുന്നു. അവളുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങി നിന്ന് കുസൃതി നിറഞ്ഞ സൗഹൃദഭാവത്തിൽ മാസ്റ്റർ പറഞ്ഞു. തെരഞ്ഞു കഴിഞ്ഞാലേ ഒക്കെ തിരികെ കോരിയിടണം. എന്താ, ഇടുവോ? ശേഷം പഴയ മട്ടിൽ അദ്ദേഹം നടന്നു മറിഞ്ഞു. ഇടാലോ. കോരലും തിരച്ചിലും തുടർന്നുകൊണ്ട് ഉത്സാഹപൂർവ്വം ടോട്ടോച്ചാൻ പറഞ്ഞു. അഴുക്കുകൂമ്പാരത്തിൽ കണ്ണൊന്ന് തടഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾക്കൊരു സംശയം ഉദിച്ചു. കട്ടിയുള്ളതെല്ലാം ഒടുക്കം തിരിച്ചിടാം, പക്ഷേ ഈ വെള്ളം പോലുള്ളത് എന്ത് ചെയ്യും? ദ്രവരൂപത്തിലുള്ള അവശിഷ്ടങ്ങൾ മണ്ണിലേക്ക് ഒലിച്ചിറങ്ങിക്കഴിഞ്ഞിരുന്നു. ഒക്കെയും തിരികെ നിക്ഷേപിച്ചേക്കാമെന്ന് മാസ്റ്റർക്ക് വാക്കുകൊടുത്തതാണ്. ഇനിയിപ്പോൾ എന്തു ചെയ്യും? അവൾ പണി നിർത്തി. താഴ്ന്നുപോയ ജലം തിരികെ കുഴിയിലേക്കാക്കുന്നതിനെക്കുറിച്ച് ഗാഢമായി ചിന്തിച്ചു. വെള്ളമൊലിച്ചിറങ്ങിയ ഭാഗത്തെ നനഞ്ഞ മണ്ണ് പകരമിടാം, ഒടുവിൽ അവൾ നിശ്ചയിച്ചു. ടാങ്ക് മിക്കവാറും ശൂന്യമായി കഴിഞ്ഞു. കൂനയാകട്ടെ ഇപ്പോൾ ശരിക്കും ഒരു പർവ്വതം. അവശിഷ്ടങ്ങൾക്കിടയിലോ ടാങ്കിനുള്ളിലോ പേഴ്സിൻ്റെ നേരിയ സൂചന പോലുമില്ല. അത് വീണ്ടെടുക്കാനാവാത്ത വിധം എവിടെയോ കുരുങ്ങിക്കിടക്കുകയാവാം. പക്ഷേ ടോട്ടോച്ചാന് കുണ്ഠിതം തോന്നിയില്ല. അവൾ എന്തിനു ദുഃഖിക്കണം? തനിക്കാവുന്നതെല്ലാം അവൾ ചെയ്തു കഴിഞ്ഞു. മാസ്റ്റർ അവളെ സഹായിക്കുകയോ ചെയ്യാതിരുന്നതുകൊണ്ട് അവൾക്ക് താൻ ചെയ്തത് ശരിയാണെന്ന് തന്നെ തോന്നി. ആ തോന്നൽ അവളെ സംതൃപ്തയാക്കി. പക്ഷേ ഇതൊക്കെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാൻ തീരെ ചെറിയ കുട്ടിയായ ടോട്ടോച്ചാന് അന്ന് കഴിയുമായിരുന്നില്ല. സാധാരണഗതിയിൽ മുതിർന്നവരാരെങ്കിലും കൊച്ചു ടോട്ടോയെ ഇത്തരമൊരവസ്ഥയിൽ കാണുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? എന്ത് തലതിരിഞ്ഞ പണിയാ നീ കാട്ടണേ എന്നോ, ടോട്ടോ നിർത്ത്, അപകടം പിടിച്ച പണിക്ക് പോകണ്ട എന്നോ അവർ പറഞ്ഞേക്കാം.
ഇനി ചിലപ്പോൾ അവളെ സഹായിക്കാനായി മുന്നോട്ട് വന്നെന്നുമിരിക്കും. സങ്കല്പിച്ചു നോക്കൂ, തെരഞ്ഞു കഴിഞ്ഞാലേ ഒക്കെ തിരികെ കോരിയിടണം എന്ന് മാത്രം പറയുന്ന ഒരു ഹെഡ് മാസ്റ്റർ. എന്ത് നല്ല ഹെഡ് മാസ്റ്റർ! കൊബായാഷി മാസ്റ്റർ അതായിരുന്നു. ടോട്ടോ ചാനിൽ നിന്ന് സംഭവം കേട്ടറിഞ്ഞ അമ്മ അതിശയിച്ചു പോയി. ഇതൊരു വിശേഷപ്പെട്ട മാസ്റ്റർ തന്നെ, അവർക്ക് പറയാതിരിക്കാനായില്ല. ടോയ്ലറ്റിലേക്ക് നോക്കാനുള്ള ടോട്ടോ ചാൻ്റെ ജിജ്ഞാസ എന്തായാലും ഇതോടെ അവസാനിച്ചു. തനിക്ക് പൂർണ്ണമായും വിശ്വസിക്കാവുന്ന ഒരാളായി മാസ്റ്ററെ അവൾ കണ്ടു. അദ്ദേഹത്തോട് അവൾക്ക് മുമ്പെന്നത്തെക്കാളും ഇഷ്ടം തോന്നി. ടോട്ടോ ചാൻ വാക്കുപാലിച്ചു. അവളെല്ലാം തിരികെ ടാങ്കിനുള്ളിലാക്കി. പക്ഷേ തിരികെ കോരുന്നത് ഒരു ഭയങ്കര ജോലിയായിരുന്നു. വേഗം കഴിഞ്ഞു എന്തായാലും. ചുറ്റുപാടുമുള്ള അവശിഷ്ടങ്ങൾ മുഴുവനും ടാങ്കിനുള്ളിൽ നിക്ഷേപിച്ചു. വെള്ളം ഊറിയിറങ്ങിയ ഭാഗത്തെ മണ്ണ് കൂടി അവൾ ഉള്ളിലാക്കി. സ്ലാബ് യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു. മൺവെട്ടി തിരികെ വാച്ചറുടെ ഷെഡിനുള്ളിൽ കൊണ്ടുവച്ചു. അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഇരുട്ടിലേക്ക് വീണുപോയ തൻ്റെ മനോഹരമായ പേഴ്സിനെക്കുറിച്ച് അവൾ ഓർത്തു ദുഃഖത്തോടെ. പക്ഷേ പകൽ മുഴുവൻ നീണ്ടുനിന്ന കടുത്ത പണി അവളെ പരിക്ഷീണയാക്കിയിരുന്നു. ടോട്ടോ ചാൻ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വീണുപോയി. എപ്പോഴെന്നറിയില്ല അവൾ തൻ്റെ വിയർപ്പിറ്റ് വീണ സ്കൂൾ മുറ്റം കണ്ടു. അവിടെ നിലാവെളിച്ചം വീണ് തിളങ്ങുന്ന ഈറൻ മണ്ണ്. മണ്ണിൻ്റെ നനവുകളിലെവിടെയോ അവളുടെ പ്രിയപ്പെട്ട പേഴ്സ് വിശ്രമിക്കുന്നു. ടോട്ടോ ചാൻ്റെ ശരിയായ പേര്. ടോട്ടോ ചാൻ്റെ ശരിയായ പേര് തെത്സുക്കോ എന്നായിരുന്നു. അവളുടെ ജനനത്തിന് മുൻപ് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഉറപ്പിച്ചു പറഞ്ഞു ആൺകുട്ടി തന്നെയായിരിക്കും. കടിഞ്ഞൂൽ പ്രസവമായിരുന്നതുകൊണ്ട് അച്ഛനും അമ്മയും അത് വിശ്വസിച്ചു. മകന് ടോറു എന്ന് പേരിടാൻ അവർ നിശ്ചയിച്ചു. തുളച്ചു കയറുന്നത്, നൈരന്തര്യമുള്ളത്, ശബ്ദം പോലെ മുഴക്കവും സ്ഫുടതയുമുള്ളത് എന്നൊക്കെയാണ് ടോറു എന്ന വാക്കിന് അർത്ഥം. ചൈനയിൽ നിന്ന് വന്ന ആ പദത്തിൻ്റെ പുരുഷ ലക്ഷണങ്ങൾ അവൾക്കിരുവർക്കും വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ജനിച്ചത് പെൺകുട്ടിയായിരുന്നു. അല്പം നിരാശ തോന്നിയെങ്കിലും ടോറുവിൻ്റെ ചൈനീസ് രീതിയിലുള്ള ഉച്ചാരണമായ തെത്സു അവർ തിരഞ്ഞെടുത്തു. പെൺകുട്ടികളുടെ പേരിനോട് ജപ്പാൻകാർ സാധാരണ ചേർക്കാറുള്ള കോ എന്ന പ്രത്യയം കൂടി ചേർത്തപ്പോൾ അത് ശരിക്കും ഒരു പെണ്ണിൻ്റെ പേരായി. ഏവരും അവളെ തെത്സുക്കോ ചാൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ബ്രാക്കറ്റിൽ ജപ്പാൻകാർ പേരിനോട് ചേർത്ത് വിളിക്കാറുള്ള സാൻ എന്നതിൻ്റെ കൂടുതൽ ജനകീയമായ രൂപമാണ് ചാൻ. കൊച്ചു ടോട്ടോയ്ക്ക് ആ വളഞ്ഞുകുത്തിയ പേര് ഇഷ്ടപ്പെട്ടില്ല. ചോദിച്ചവരോടെല്ലാം അവൾ പറഞ്ഞു ടോട്ടോ ചാൻ. ചാൻ എന്നതും തൻ്റെ പേരിൻ്റെ ഭാഗം തന്നെ എന്നായിരുന്നു അവളുടെ ധാരണ. ഒരു ആൺകുട്ടിയെ എന്ന പോലെ അച്ഛൻ അവളെ ടോട്സ്കി എന്ന് വിളിക്കുമായിരുന്നു. ടോട്സ്കി, അച്ഛനെ ഒന്ന് സഹായിക്കുക, അദ്ദേഹം പറയും. ടോട്സ്കി, നമുക്ക് ഈ റോസാ ചെടികളിൽ നിന്ന് പൂച്ചികളെയൊക്കെ അടിച്ചോടിക്കണം കേട്ടോ. മറ്റെല്ലാവരും അവളെ ടോട്ടോ ചാൻ എന്ന് വിളിച്ചു വന്നു, അച്ഛനും റോക്കിയും ഒഴികെ. സ്കൂളിലെ നോട്ട്ബുക്കിൽ തെത്സുക്കോ എന്ന് എഴുതിയിരുന്നെങ്കിലും അവൾ തന്നെ സ്വയം സങ്കല്പിച്ചത് ടോട്ടോ ചാൻ ആയിട്ടായിരുന്നു. റേഡിയോയിലെ തമാശരാമന്മാർ. ഇന്നലെ അമ്മ ടോട്ടോ ചാനോട് പറഞ്ഞു, ടോട്ടോ, ഇനി മുതൽ നീ റേഡിയോയിലെ ഫലിത പരിപാടി കേൾക്കാൻ പാടില്ല, മനസ്സിലായോ? അവളാകെ സ്തംഭിച്ചുപോയി. തടിയിൽ ആഡംബരപൂർവ്വം പണിതെടുത്ത കൂറ്റൻ റേഡിയോകളാണ് അക്കാലത്തുണ്ടായിരുന്നത്. ദീർഘചതുരാകൃതിയിലുള്ള ഇവയുടെ മുകൾ ഭാഗത്ത് വട്ടത്തിലുള്ള ഒരു കമാനമുണ്ടായിരിക്കും. പിങ്ക് നിറമുള്ള സിൽക്കിൽ പൊതിഞ്ഞ ചിത്രപ്പണികളോട് കൂടിയ ഒരു വലിയ സ്പീക്കറിലൂടെയാണ് ശബ്ദം പുറത്തു വരിക. ആകെ 2 നോബുകളെ ഉണ്ടാവൂ. ഫലിത പരിപാടിയിലെ തമാശരാമന്മാരെ ടോട്ടോ ചാന് പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു. സ്കൂളിൽ പോയി തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവരുടെ പരിപാടി അവൾ കേട്ടു ശീലിച്ചിരുന്നു. സ്പീക്കറിലെ പിങ്ക് സിൽക്കിൽ ചെവി ചേർത്ത് പിടിച്ച് അവൾ ശ്രദ്ധിക്കും. അവർ പറയുന്നതൊക്കെ അപാരമായ തമാശകളായാണ് അവൾക്ക് തോന്നിയത്. അത് കേൾക്കുന്നതിന് ഇന്നലെ വരെ അമ്മ എതിർപ്പ് പറഞ്ഞിട്ടില്ല. ഇന്നലെ ഒരു സംഭവമുണ്ടായി. അച്ഛൻ്റെ ഓർക്കസ്ട്രയിലെ ചില സുഹൃത്തുക്കൾ രാത്രി വീട്ടിൽ വന്നിരുന്നു. സ്ട്രിംഗ് ക്വാർട്ടറ്റ് ബ്രാക്കറ്റിൽ 2 വയലിൻ, വയോള, സെല്ലോ എന്നീ ഉപകരണങ്ങളിൽ 4 പേർ ചേർന്ന് നടക്കുന്ന സംഗീത പരിപാടി പരിശീലിക്കാനായിരുന്നു അവർ വന്നത്. ടോട്ടോ ചാൻ, നോക്ക്, താബിച്ചാന അമ്മാവൻ നിനക്ക് വാഴപ്പഴം കൊണ്ടുവന്നിരിക്കുന്നു, അമ്മ പറഞ്ഞു. പെരുത്ത് സന്തോഷത്തിലായ ടോട്ടോ ചാൻ അച്ഛനോടൊപ്പം സെല്ലോ വായിക്കുന്ന സു നെസദ താബിച്ചാനയെ ഭവ്യതയോടെ വണങ്ങിയ ശേഷം
അമ്മയെ നോക്കി ഒരു കാച്ചങ്ങ് കാച്ചി. ഈ വാഴപ്പഴം അസരക്കൊല്ലി സാധനമാണല്ലോ. തുടർന്ന് തമാശ രാമന്മാരുടെ പരിപാടി അവൾക്ക് അച്ഛനും അമ്മയും പുറത്തു പോകുന്ന സമയം നോക്കി രഹസ്യമായി കേൾക്കേണ്ടി വന്നു. നടന്മാർ നല്ല മൂഡിലായിരിക്കുമ്പോൾ ടോട്ടോച്ചാൻ തലയറഞ്ഞ് ചിരിക്കാൻ തുടങ്ങും. മുതിർന്ന ആരെങ്കിലും ആ ദൃശ്യം കാണുകയാണെങ്കിൽ മൂക്കത്ത് വിരൽ വെച്ച് പോകും. ഇത്ര കടുത്ത വക്രോക്തികൾ ഈ പിഞ്ചു കുഞ്ഞിന് എങ്ങനെ മനസ്സിലാകാനാണ് എന്നായിരിക്കും അവരുടെ ചിന്ത. കുട്ടികൾക്ക് സഹജമായ ഫലിതബോധമുണ്ടെന്ന് പലരും മനസ്സിലാക്കാറില്ല. എപ്പോഴാണ് ചിരിക്കേണ്ടതെന്ന് കുട്ടികൾക്കറിയാം. ഏത് പറക്കമുറ്റാത്ത പ്രായത്തിലുമായിക്കോട്ടെ, ശരിയായ ഫലിതം കടന്നു വരുമ്പോൾ അവർ അറിഞ്ഞു ചിരിക്കും. പുതിയ തീവണ്ടിമുറി വരുന്നു. ഇന്ന് രാത്രിയിൽ ഒരു പുത്തൻ തീവണ്ടിമുറി വരണു. ഊണിൻ്റെ ഇടവേളയിൽ മിയോച്ചാനാണ് ഈ വിവരം ഏവരെയും അറിയിച്ചത്. മിയോച്ചാൻ മാസ്റ്ററുടെ മൂന്നാമത്തെ മകളാണ്. ടോട്ടോച്ചാൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പോൾ 6 തീവണ്ടി മുറികളാണുള്ളത്. ഒരെണ്ണം കൂടി വരുന്നു. പുതിയത് ലൈബ്രറിക്ക് വേണ്ടിയാ. മിയോച്ചാൻ താനറിഞ്ഞ വിവരം പ്രഖ്യാപിച്ചു. കുട്ടികൾക്ക് അതിയായ ജിജ്ഞാസ തോന്നി. സ്കൂളിൻ്റെ ഉള്ളിലേക്ക് അതെങ്ങനെയോ ആവോ കൊണ്ടുവരിക? ഒരു കുട്ടി തൻ്റെ സംശയം പ്രകടിപ്പിച്ചു. നിമിഷ നേരത്തേക്ക് ക്ലാസ് നിശബ്ദമായി. കുട്ടികൾക്ക് അതൊരു കീറാമുട്ടിയായിരുന്നു. ഒടുവിൽ ആരോ ഒരു വഴി കണ്ടുപിടിച്ചു. ഒയ്മാച്ചി ലൈനിലെ പാളത്തിലൂടെ ഓടിച്ചു കൊണ്ടുവന്നിട്ട് ലെവൽ ക്രോസിൽ വെച്ച് ഇങ്ങോട്ട് തിരിയുമായിരിക്കും. എന്നിട്ട് റെയിലിൽ നിന്ന് ഇളക്കി മാറ്റുമായിരിക്കും, ആരോ കൂട്ടിച്ചേർത്തു. ചിലപ്പോൾ വെറും ഒരു ഉന്തുവണ്ടിയിലായിരിക്കും കൊണ്ടുവരിക, മറ്റൊരു കുട്ടി പറഞ്ഞു. അതിനോട് പലരും യോജിച്ചില്ല. വലിയ തീവണ്ടി മുറി കൊണ്ടുവരാനുള്ള ഉന്തുവണ്ടി ഉണ്ടാവില്ല. പിന്നെങ്ങനെയാ? കണ്ടെത്തലുകൾ ഏതാണ്ട് അവസാനിച്ചു. ഏതിനും ഒരു കാര്യം അവർ തീർച്ചയാക്കി: തീവണ്ടി ഉന്തുവണ്ടിയിലെന്നല്ല, കൂറ്റൻ ട്രക്കിൽ പോലും കൊള്ളില്ല. ടോട്ടോച്ചാൻ ഒന്നും മിണ്ടാതെ ഇരിക്കുകയായിരുന്നു. പാളം വരും. ഏറെ നേരത്തുള്ള ആലോചനയ്ക്ക് ശേഷം അവൾ പറഞ്ഞു, അതെ, ഇങ്ങ് സ്കൂളിൻ്റെ ഉള്ളിലോളം പാളങ്ങളിടുമായിരിക്കും. എവിടുന്നാ ഇട്ടു തുടങ്ങുക? ആരോ ചോദിച്ചു. അതിപ്പോൾ എവിടുന്നാ? തീവണ്ടി ഇപ്പോൾ എവിടെയാ കിടക്കണേ? അവിടം തൊട്ട്. ടോട്ടോച്ചാൻ്റെ മറുപടി പെട്ടെന്നായിരുന്നു. എങ്കിലും പറഞ്ഞതിലെന്തോ പിശകുണ്ടെന്ന് അവൾക്ക് തോന്നി. തീവണ്ടി എവിടെ നിന്നാണ് വരുന്നതെന്ന് അവൾക്ക് തിട്ടമുണ്ടായിരുന്നില്ല. മാത്രമല്ല, സ്കൂളിലേക്ക് നേരിട്ട് പാളങ്ങളിടണമെങ്കിൽ വീടുകളും മറ്റും ഇടിച്ചു മാറ്റേണ്ടി വന്നേക്കും. അത് സാധ്യമല്ലല്ലോ. എന്തായാലും തീവണ്ടി വരട്ടെ. ഇന്ന് വീട്ടിലേക്ക് മടങ്ങേണ്ട, തീവണ്ടി മുറിയുടെ വരവ് കാണുക തന്നെ. വിവിധ സാധ്യതകളെക്കുറിച്ചുള്ള കഴമ്പില്ലാത്ത ചർച്ചയുടെ ഒടുവിൽ അവർ തീരുമാനിച്ചു. അതിന് രാത്രി വരെ സ്കൂളിൽ തങ്ങാൻ മാസ്റ്റർ അനുവാദം തരണം. മിയോച്ചാൻ അവരുടെ പ്രതിനിധിയായി അച്ഛൻ്റെ അടുക്കലേക്ക് പോയി. അല്പനേരത്തിനുള്ളിൽ അവൾ മടങ്ങി വന്നു. പുതിയ മുറി പാതിരയ്ക്കേ വരുള്ളൂ അത്രേ. മറ്റു തീവണ്ടികളൊക്കെ ഓട്ടം നിർത്തിക്കഴിഞ്ഞ്. വരണത് കാണണേലേ, എല്ലാവരും വീട്ടിൽ ചെന്ന് അനുവാദം വാങ്ങണമെന്ന് പറഞ്ഞു. എന്നിട്ട് അത്താഴം കഴിച്ച് പൈജാമയും കമ്പിളിയൊക്കെ വേണമെങ്കിൽ അതും എടുത്തിങ്ങ് പോരാം. ഉവ്വോ! മുൻപൊന്നും അവർ ഇത്രയേറെ അതിശയിച്ച് കാണില്ല. മാസ്റ്റർ പൈജാമ കൊണ്ടുവരാൻ പറഞ്ഞോ? കമ്പിളിയും കൊണ്ടുവരാനോ? ഉച്ച കഴിഞ്ഞ് ആർക്കും തന്നെ പാഠങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. പള്ളിക്കൂടം വിട്ട ഉടൻ ടോട്ടോച്ചാൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും വീട്ടിലേക്ക് പാഞ്ഞു. പൈജാമ അണിഞ്ഞ് കമ്പിളി പുതച്ച് പാതിരാത്രിയിൽ വീണ്ടും കണ്ടുമുട്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ട്. പുത്തൻ തീവണ്ടി വരണു. അതെങ്ങനെയാണ് അവിടെ എത്തിക്കാൻ പോണേന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. പിന്നെ പൈജാമയും കമ്പിളിയും, എനിക്കും പോവാമല്ലോ. വീട്ടിലെത്തിയ പാടെ അവൾ അമ്മയോട് പറഞ്ഞു. അമ്മയ്ക്ക് അവൾ പറഞ്ഞതെന്താണെന്ന് മനസ്സിലായില്ല. ഇത്രയും കേട്ടാൽ അവർക്ക് എന്താണ് ഊഹിക്കാൻ കഴിയുക? എങ്കിലും ടോട്ടോച്ചാൻ്റെ മുഖത്തെ ഗൗരവഭാവം കണ്ടപ്പോൾ വിശേഷപ്പെട്ട എന്തോ ഒന്നിൻ്റെ സൂചന അവർക്ക് ലഭിച്ചു. ചോദ്യങ്ങൾ കൊണ്ട് ചിക്കിച്ചികഞ്ഞാണ് ഒടുക്കം അമ്മ അത് കണ്ടുപിടിച്ചത്: പുതിയ റെയിൽവേ കോച്ചിൻ്റെ വരവ്. കൊച്ചു ടോട്ടോ അത് കാണേണ്ടത് തന്നെയാണ്, അവർ വിചാരിച്ചു. ഇത്തരം അവസരം അവൾക്ക് മുൻപുണ്ടായിട്ടില്ലല്ലോ. റെയിൽവേ കോച്ച് കൊണ്ടുവരുന്നത് കാണാൻ വാസ്തവത്തിൽ അവർക്ക് പോലും ഉണ്ടായിരുന്നു ആഗ്രഹം. അത്താഴം കഴിഞ്ഞ് പൈജാമയും കമ്പിളിയും എടുത്ത് അമ്മയും ടോട്ടോച്ചാനും സ്കൂളിലെത്തി. 10ഓളം പേർ നേരത്തെ വന്നെത്തിയിട്ടുണ്ട്. ചിലർ മുതിർന്ന ക്ലാസ്സിലുള്ളവരാണ്. അവരും വിവരം നേരത്തെ അറിഞ്ഞിരുന്നു. പിന്നെ 2-3 പേരുടെ അമ്മമാരുമുണ്ട്. അന്ന് രാത്രി അവിടെ തങ്ങാൻ അവർക്കൊക്കെയും താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ മാസ്റ്റർ അമ്മമാരെയെല്ലാം തിരിച്ചയച്ചു. കുട്ടികളും മാസ്റ്ററും അസംബ്ലി ഹാളിലെത്തി. വരുമ്പോൾ വിളിച്ചുണർത്താം, എന്താ? മാസ്റ്റർ കൊടുത്ത ഉറപ്പിന്മേൽ എല്ലാവരും തങ്ങളുടെ കമ്പിളികൾക്കുള്ളിൽ ഒതുങ്ങി ഹാളിൽ നിരന്നു കിടന്നു. തീവണ്ടി മുറി എങ്ങനെയാ വരിക?
ആ വിസ്മയമായി അവർക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. പക്ഷേ ഏറെ നേരത്തെ ഉത്കണ്ഠാകുലമായ ചിന്തകൾക്കും വാഗ്വാദങ്ങൾക്കും ശേഷം കുട്ടികൾ നന്നേ തളർന്നിരുന്നു. ആലസ്യം അവരുടെ കൊച്ചു കണ്ണുകളെ കീഴടക്കി. ഉറപ്പായും വിളിക്കൂലോ എന്ന് പറയാനാവും മുമ്പേ മിക്കപേരും ഗാഢമായ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എത്തി എത്തി, തീവണ്ടി എത്തി! പ്രളയം വരുന്നത് പോലുള്ള ശബ്ദകോലാഹലം കേട്ട് ഞെട്ടിയുണർന്ന ടോട്ടോച്ചാൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ പുറത്തേക്ക് കുതിച്ചു. സ്കൂൾ മൈതാനവും കടന്ന് ഗേറ്റിന് പുറത്തെത്തി. പ്രഭാതത്തിലെ മഞ്ഞുപാളികൾക്കിടയിലൂടെ ആ രാജകീയമായ വരവ് കുറേശ്ശെ കാണാം. ഭീമാകാരനായ തീവണ്ടിമുറി. ആ കാഴ്ച ഒരു കിനാവ് പോലെയിരുന്നു. ചൂളം വിളികളോ താളത്തിലുള്ള മുഴക്കങ്ങളോ ഇല്ലാതെ, പാളങ്ങളില്ലാതെ വിജനമായ തെരുവിലൂടെ ഒരു തീവണ്ടി വരുന്നു. അവനെ ഒരു കൂറ്റൻ ട്രെയിലറിലേറ്റിയിരിക്കുകയാണ്. ഒയ്മാച്ചി റെയിൽവേ ഡിപ്പോയിൽ നിന്നുള്ള ഒരു ട്രാക്ടർ ട്രെയിലറിനെ വലിച്ചു കൊണ്ടുവരുന്നു. ശരിക്കും ഒരു സ്വപ്നം തന്നെ. അതിലുപരി അവരുടെ സംശയങ്ങൾക്കുള്ള ഉത്തരവും. ഉന്തുവണ്ടിയേക്കാൾ വളരെയേറെ വലിപ്പമുള്ള ട്രെയിലർ. അതിനെ വലിച്ചുകൊണ്ടുവരുന്നതോ ട്രാക്ടർ എന്ന് വിളിക്കുന്ന ചെറിയൊരു വാഹനം. ആ രീതി അവർക്ക് നന്നേ പിടിച്ചു. ട്രെയിലറിന് മുകളിലേറി പുലർച്ചയുടെ വിജനതയിലൂടെ ആ പുതിയ തീവണ്ടിമുറി മെല്ലെ നീങ്ങുകയായിരുന്നു. ആ കോച്ച് താഴെ ഇറക്കാൻ പണിക്കാരെത്തി. സ്കൂൾ മുറ്റത്ത് വല്ലാത്ത തിക്കും തിരക്കും. അക്കാലത്ത് പടുകൂറ്റൻ ക്രെയിനുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ട്രെയിലറിൽ നിന്ന് കോച്ച് താഴെ ഇറക്കി മൈതാനത്തിൽ യഥാസ്ഥാനത്തായി സ്ഥാപിക്കുക എന്നത് ശ്രമകരമായിരുന്നു. പണിക്കാർ മുഴുത്ത തടിയുരുളുകൾ റെയിൽവേ കോച്ചിനടിയിലായി നിരത്തി. അതിലൂടെ മെല്ലെ ഉരുണ്ട് കോച്ച് സ്കൂൾ പറമ്പിലേക്ക് ഇറങ്ങി തുടങ്ങി. ശ്രദ്ധിച്ചോളൂട്ടോ, മാസ്റ്റർ പറഞ്ഞു. ആ കാണുന്ന തടിയുരുളുകളാണ് റോളറുകൾ. ഉരുട്ടി നീക്കാനുള്ള അവയുടെ കഴിവുകൊണ്ടാണ് വണ്ടി നീങ്ങുന്നത്. കുട്ടികൾ ഏകാഗ്രരായി നിന്ന് ശ്രദ്ധിച്ചു. ഹോ ഹോയ്, ഹോ ഹോയ് പണിക്കാർ പാടിക്കൊണ്ടിരുന്നു. കിഴക്ക് ചക്രവാളത്തിൻ്റെ ചുവപ്പിൽ മുറുകുന്ന പാട്ടിനൊത്തെന്നവണ്ണം സൂര്യൻ്റെ വരവായി. മറ്റ് 6 മുറികളെയും പോലെ ഒരു കാലത്ത് ഒരുപാട് യാത്രികരെയും കൊണ്ട് പാഞ്ഞു നടന്നിരുന്ന ഈ തീവണ്ടി മുറിയുടെയും ചക്രങ്ങൾ ഇളക്കി മാറ്റിയിരുന്നു. അതിൻ്റെ സഞ്ചാര ജീവിതം അവസാനിച്ചു കഴിഞ്ഞു. ഇനി അതിനുള്ളിൽ കുട്ടികളുടെ പൊട്ടിച്ചിരികളും കലപിലകളും മാത്രം. തങ്ങളുടെ പൈജാമകളിൽ പുലരിവട്ടം വീണ് തിളങ്ങവേ ടോമോയിലെ ആൺകുട്ടികളും പെൺകുട്ടികളും മതിമറന്ന് ആഹ്ലാദിച്ചു. ആനന്ദാതിരേകത്താൽ അവർ തുള്ളിച്ചാടി. മാസ്റ്ററുടെ കഴുത്തിൽ പൂണ്ടടക്കം പിടിച്ചു. ആ കൈകളിൽ തൂങ്ങി ഊയലാടി. സംഘം ചേർന്നുള്ള ഈ ആക്രമണത്തിൽ വിമ്മിട്ടപ്പെടുന്നുണ്ടായിരുന്നെങ്കിലും മാസ്റ്റർ നിറഞ്ഞു ചിരിച്ചു. അതുകൊണ്ട് കൊച്ചു ടോട്ടോയും കൂട്ടുകാരും ഒന്നിച്ചു ചിരിച്ചു. ആഹ്ലാദാതിരേകത്തിൻ്റെ ആ ദിനം അവരിലാരും ഒരിക്കലും മറന്നില്ല.